കണ്ണൂർ കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ രാജിവെക്കും. ലീഗിന് മേയർ സ്ഥാനം നൽകാനുള്ള മുൻ ധാരണ പ്രകാരമാണ് രാജി. 2.5 വർഷം വീതം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എന്നതായിരുന്നു ധാരണ. ആദ്യഘട്ടത്തിൽ മേയർ സ്ഥാനം വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറായിരുന്നില്ലെങ്കിലും ലീഗ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് കോൺഗ്രസ് വഴങ്ങുകയായിരുന്നു. അർജുൻ കല്യാട്. അർജുൻ, എന്താണ് ഇപ്പോൾ പുതിയ മേയർ വരികയാണ്, ലീഗിൻ്റെതായിരിക്കും മേയർ? തീർച്ചയായിട്ടും നികേഷ് കുമാർ, അതായത് ഈ ടി ഒ മോഹനൻ ആദ്യഘട്ടത്തിൽ 2.5 വർഷം ധാരണ ലീഗും കോൺഗ്രസും തമ്മിൽ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ടി ഒ മോഹനൻ രാജിക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നില്ല. കോൺഗ്രസ് നേതൃത്വവും ആ സമാനമായ രീതിയിൽ തന്നെ ആലോചനയിലായിരുന്നു. കാരണം ബഹുഭൂരിപക്ഷം കൗൺസിലർമാരും ഈ കോൺഗ്രസ് കൗൺസിലർമാരാണ്. പക്ഷേ ലീഗിന്റെ നിർണായകമായിട്ടുള്ള പിന്തുണ ഈ കോർപ്പറേഷൻ ഭരണത്തിൽ ഉണ്ടായത് കാരണമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ആ തീരുമാനം ഏത് രീതിയിലാണ് നടപ്പിലാക്കുക, അല്ലെങ്കിൽ എന്താണ് കൃത്യമായ ധാരണ എന്ന രീതിയിൽ പുറത്തേക്ക് പറയുന്നതിന് വേണ്ടി ലീഗ് നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും തയ്യാറായിരുന്നില്ല. എങ്കിൽ കൂടി ഇപ്പോൾ എന്തായാലും രാജിക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചിരിക്കുകയാണ്. 2.5 വർഷം എന്നതായിരുന്നു ധാരണ, പക്ഷേ ഏകദേശം 3 വർഷം ആവാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് തന്നെ രാജിവെക്കുമെന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ടി ഒ മോഹനന്റെ പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ രാജി പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ലീഗ് നേതൃത്വത്തിൽ ആരാണ് ഇനി അടുത്ത മേയർ ആവേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നും മനസ്സിലാക്കുന്നു. അതിന്റെ ഒരു രാജിക്ക് ശേഷം, അതായത് ടി ഒ മോഹനൻ രാജിവെച്ചതിന് ശേഷമായിരിക്കും ആരാണ് ലീഗിന്റെ മേയർ ആവേണ്ടത് എന്ന കാര്യത്തിൽ ലീഗ് ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ടി ഒ മോഹനൻ ഇന്ന് വൈകുന്നേരത്തോടു കൂടി രാജിവെക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 2.5 വർഷം എന്നുള്ള ധാരണ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ ഫലം കാണുകയാണ്. കോൺഗ്രസ് നേതൃത്വം ആദ്യഘട്ടത്തിൽ ഇതിനോട് അനുഭാവപൂർവ്വമായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ കൂടി ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇടപെട്ടതോടുകൂടി കോൺഗ്രസ് നേതൃത്വം വഴങ്ങുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, നികേഷ്.